വിജയകുമാർ, ഇന്നത്തെ ഈ വാദം അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് പൾസർ സുനി കേസിലെ ഒന്നാം പ്രതിയാണ്. പൾസർ സുനി ഒരു ദയയും അർഹിക്കുന്നില്ല എന്നാണ് ഈ വാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞത്. മാത്രമല്ല, അയാളെ സംബന്ധിച്ച് ഈ കൃത്യം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പൾസർ സുനിയാണ്, ഒന്നാം പ്രതിയാണ്. മറ്റുള്ളവർ ആ കൃത്യത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു സ്ത്രീയുടെ അന്തസ്സിൻ്റെ വിഷയമാണിത്, ആ അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമായിരുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഈ ഒന്നാം പ്രതി പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ, ശിക്ഷാവിധി. പക്ഷേ കോടതിയുടെ ഈ പരാമർശങ്ങളൊക്കെ നോക്കുമ്പോൾ, നിരീക്ഷണങ്ങൾ നോക്കുമ്പോൾ പൾസർ സുനിക്ക് കൂടുതൽ കടുത്ത ശിക്ഷ കിട്ടുന്നതിനുള്ള സാധ്യതയല്ലേ ഉള്ളത്. നമ്മളിപ്പോൾ അത് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു എടുത്തുചാട്ടമായിരിക്കും. എങ്കിൽ പോലും ഈ നിരീക്ഷണവും ഈ പരാമർശങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുക. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ശരിയാണ്. കാരണം കോടതിയുടെ രാവിലത്തെ ഈ ശിക്ഷയിന്മേലുള്ള വാദത്തിൻ്റെ ഒരു ആകത്തുക പൾസർ സുനിയെ കേന്ദ്രീകരിച്ചായിരുന്നു കോടതി അതിൽ കൂടുതൽ സമയവും പരാമർശങ്ങൾ നടത്തിയത് എന്ന് തന്നെയാണ്. അങ്ങനെ നടത്താൻ കോടതിയെ പ്രേരിപ്പിച്ചത് അയാളാണ് ഇതിലെ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് കോടതി ഒരു നിഗമനത്തിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന പദവി നേരത്തെ ഉണ്ടായിരുന്നത് നടൻ ദിലീപിനായിരുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ കോടതി ആ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പൾസർ സുനിയാണ്. പൾസർ സുനി കേന്ദ്രീകൃത ഗൂഢാലോചന എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, അല്ലെ കോടതിയുടെ പ്രധാനപ്പെട്ട നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനിക്ക് അല്ലെ ഇതിലെ ഉത്തരവാദിത്വം കൂടുതൽ. അയാൾ നടത്തിയ ഗൂഢാലോചന, ഈ കുറ്റകൃത്യത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിച്ചതും സംഘടിപ്പിച്ചതും ഒക്കെ അയാളായതുകൊണ്ട് അയാൾക്ക് കൂടുതൽ ശിക്ഷ എന്ന നിഗമനത്തിലേക്ക് പോകുന്നു. അവിടെയാണ് പ്രോസിക്യൂഷൻ അതിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഉറപ്പായും ശരിയാണ്, പൾസർ സുനി ഒരു ദയയും അർഹിക്കാത്ത കൊടും കുറ്റവാളിയാണ്. അയാൾക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ പ്രോസിക്യൂഷന് ഒരു ശകലം ഒരു തെല്ലും വിയോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അത്തരമൊരു ഘട്ടത്തിലും മറ്റു പ്രതികൾ അവരുടെ പങ്കാളിത്തം, അതായത് ഈ കുറ്റകൃത്യത്തിന് പ്രധാനപ്പെട്ട പ്രതി പ്രേരിപ്പിച്ചപ്പോൾ ആ സംഘടിത കുറ്റകൃത്യത്തിന്റെ ഭാഗമായവരാണ് ഇതിൽ മാർട്ടിനും മണികണ്ഠനും വിജീഷും സലീമും പ്രദീപും. അതുകൊണ്ട് പൾസർ സുനിയെ പോലെ അവരും അപകടകാരികളാണ്. അതുകൊണ്ട് പൾസർ സുനിക്ക് നൽകുന്ന അതേ ശിക്ഷ മറ്റു പ്രതികൾക്ക് നൽകണം. ആ വിഷയത്തിലാണ് എനിക്ക് തോന്നുന്നത് പ്രോസിക്യൂഷനും വിചാരണ കോടതിക്കും ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ആ അഭിപ്രായ വ്യത്യാസം എന്ന് ഞാൻ പറയുന്നത് ആശയപരമായി രണ്ട് ധാരയിലൂടെ ആ കേസിനെ കാണുന്ന സമയത്താണ്. അത് വിചാരണ കോടതിയുടെ അന്തിമ തീരുമാനമൊന്നും ആകണമെന്നില്ല. വിചാരണ കോടതി പ്രോസിക്യൂഷനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില ചോദ്യോത്തരങ്ങളായിരിക്കാം, ചില ചോദ്യങ്ങളായിരിക്കാം, അത് ചില നിരീക്ഷണങ്ങളായിരിക്കാം. അത് ഈ ജഡ്ജ്മെന്റിൽ അതേ നിലയിൽ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. അവിടെ പൾസർ സുനി ഒന്നാം പ്രതി, അയാൾക്ക് നൽകുന്ന ശിക്ഷ മറ്റു പ്രതികൾക്ക് ബാധകമാകണം എന്ന് പ്രോസിക്യൂഷനും, അയാളല്ലേ ഈ ഗൂഢാലോചന നടത്തിയത്, അയാളല്ലേ പ്രതികളെ സംഘടിപ്പിച്ചത്, അതുകൊണ്ട് അയാൾക്കല്ലേ കൂടുതൽ ശിക്ഷ എന്ന് വിചാരണ കോടതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടെടുത്തിട്ടുണ്ട്. അത് ഈ ഉത്തരവിൽ റിഫ്ലക്ട് ചെയ്യുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഏത് സമയവും അതിനുത്തരം വിചാരണ കോടതിയിൽ നിന്നുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.